പ്രിയ പ്രേക്ഷകർക്ക് ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പങ്കുവെക്കാൻ പോകുന്നൊരു കാര്യം ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ഭാഗ്യശാലികളായ നക്ഷത്ര ജാതകരെക്കുറിച്ചാണ്. ഇങ്ങനെ പറയാൻ കാരണം ഇവർക്ക് വരുന്ന ഒരാഴ്ച കാലം നേട്ടങ്ങളുടെ കാലഘട്ടമാണ് ഈ നക്ഷത്ര ജാതകർക്ക്. അതുകൊണ്ടാണ് ഇവരെ ഭാഗ്യശാലികൾ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത്. ആരൊക്കെയാണ് ഈ നക്ഷത്ര ജാതകരെന്നും ഒരാഴ്ച കാലം ഇനി ഇവരെ കാത്തിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയെന്നും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഈ വീഡിയോയിലൂടെ പങ്കുവെക്കും മുമ്പ് എൻ്റെ പ്രിയ പ്രേക്ഷകരെ, നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അതോടൊപ്പം തന്നെ എൻ്റെ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താനും വീഡിയോ ലൈക്ക് ചെയ്യാനും കൂടി ഓർമ്മിപ്പിക്കുന്നു. എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് ആദ്യം തന്നെ പറയേണ്ട ഭാഗ്യശാലികൾ കാർത്തിക നക്ഷത്ര ജാതകരാണ്. കാർത്തിക നക്ഷത്ര ജാതകർക്ക് ഒരാഴ്ചയ്ക്കുള്ളിൽ ഒരു സ്ഥാനം ലഭിക്കാൻ സാധ്യതയുണ്ട്. തൊഴിൽ സ്ഥലത്തോ രാഷ്ട്രീയ രംഗങ്ങളിലോ ഒരു ഉയർന്ന സ്ഥാനം വഹിക്കാൻ യോഗം വരുന്നതാണ്. എല്ലായിടത്തും മാന്യത ലഭിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനം കാഴ്ചവെക്കാൻ സാധിക്കും. കാര്യസാധ്യങ്ങളും ഉണ്ടാകും. ധനാഗമവും പ്രതീക്ഷിക്കാം. ഉപേക്ഷിച്ച ധനങ്ങൾ പോലും വന്നു ചേരാൻ അവസരം ഉണ്ടാകും. വിവാഹ ആലോചനകൾക്കുള്ള മുടക്കങ്ങൾ നീങ്ങിക്കിട്ടും. സർക്കാരുമായിട്ടുള്ള ഇടപാടുകളിലെ കാലതാമസം മാറിവരും. കാര്യങ്ങൾ നടക്കുന്നതിന് യാതൊരുവിധ ബുദ്ധിമുട്ടും ഇനി അനുഭവപ്പെടില്ല. മനസ്സിൻ്റെ ആദി കുറഞ്ഞു തുടങ്ങും. ശത്രുക്കൾ ശക്തി പ്രാപിക്കുമെങ്കിലും വലിയ ഉപദ്രവങ്ങൾ ഈ കാലഘട്ടത്തിൽ ഉണ്ടാകില്ല. നല്ല വാക്കുകൾ കൊണ്ട് എല്ലാവരെയും പ്രീതിപ്പെടുത്താൻ സാധിക്കും. പൊതുവെ എല്ലാവിധ സുഖ അനുഭവങ്ങളും അല്പാൽപമായി അനുഭവപ്പെടും. ചില കഠിനമായ ദുഃഖ അനുഭവങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ബന്ധുജനങ്ങളുടെ സഹായം ലഭിക്കും. തീർത്ഥയാത്രകൾ നടത്താൻ പറ്റിയ സമയമാണ്. പേരും പ്രശസ്തിയും പ്രതാപവും വർദ്ധിക്കും. വിദ്യാഭ്യാസത്തിനുള്ള തടസ്സങ്ങൾ മാറിവരും. തൊഴിൽ രംഗം മെച്ചപ്പെടാനുള്ള എല്ലാ യോഗവും കാണുന്നുണ്ട്. അർശസ്, മൂത്രാശയബന്ധിയായ അസുഖങ്ങൾ ഇവയ്ക്ക് പരിഹാരം ലഭിക്കും. ഇവർ ദോഷപരിഹാരങ്ങൾക്ക് ഭഗവതിക്ക് ഭാഗ്യസൂക്തം, പുഷ്പാഞ്ജലി, നെയ്വിളക്ക് ഇവ കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കണം. ഇനി പറയേണ്ടത് മകയിരം നക്ഷത്ര ജാതകരെ കുറിച്ചാണ്. പലവിധ ആപത്തുകളിൽ നിന്നും ദൈവത്തിൻ്റെ കൃപ കൊണ്ട് രക്ഷപ്പെടുന്ന ഒരാഴ്ച കാലമാണ് ഇവർക്ക് വരുന്നത്. വീട്ടിൽ സമാധാന അന്തരീക്ഷം വർദ്ധിക്കും. ചഞ്ചല മനസ്സരായിരിക്കാൻ സാധ്യതകൾ കൂടുതലാണ്. ശയന സൗഖ്യം ഉണ്ടാകും. ആഗ്രഹങ്ങൾ സഫലമാകാൻ തടസ്സങ്ങൾ ഒന്നും ഉണ്ടാകില്ല. ശരീരത്തിൽ മുറിവ്, ചതവ്, ഒടിവ് ഇവയുടെ ബുദ്ധിമുട്ടുകൾ മൂലം ബെഡ് റെസ്റ്റ് വേണ്ടിവരാൻ സാധ്യതകൾ കൂടുതലാണ്. വാദബന്ധിയായ അസുഖങ്ങൾ കുറഞ്ഞു തുടങ്ങും. സ്ഥാനമാനങ്ങൾ, ആദരവ് ഇവ ലഭിക്കും. നീചജനങ്ങളുടെ ശല്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും. യശസ്സിനും ധനത്തിനും ഉയർച്ച ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വരും ദിവസങ്ങളിൽ അലച്ചിലുകൾ കുറഞ്ഞു തുടങ്ങും. വിദ്യാഭ്യാസത്തിലുള്ള തടസ്സങ്ങൾ മാറും. തൊഴിൽപരമായിട്ട് ഉന്നതിയിൽ എത്തും. കച്ചവടം മെച്ചപ്പെടാൻ സാധ്യതകൾ കൂടുതലാണ്. പാപവിചാരങ്ങൾ കുറഞ്ഞു തുടങ്ങും. ചിലവുകളും നിയന്ത്രണങ്ങൾക്ക് ഒപ്പമായിരിക്കും. നാൽക്കാലികളെ വാങ്ങാനും വിൽക്കാനും നല്ല സമയമാണ്. വിദേശത്ത് ജോലി തേടാൻ ഈ സമയം ഉപയോഗിക്കാം. വിവാഹ ആലോചനകൾ ഫലവത്താകുകയും ചെയ്യും. ഇവർ ദോഷപരിഹാരങ്ങൾക്ക് ശിവന് ധാര, കുവളമാല എന്നീ വഴിപാടുകൾ കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക. പൂരം നക്ഷത്ര ജാതകർക്കും ഏറെക്കുറെ നല്ല സമയം തന്നെയാണ്. ഏറെ ബുദ്ധിമുട്ടുന്ന പല രോഗങ്ങളിൽ നിന്നും മോചനം ലഭിച്ചു തുടങ്ങും. ശത്രുക്കളുടെ ഉപദ്രവങ്ങളൊക്കെ കുറയുന്ന സമയമാണ്. ധനലാഭങ്ങൾ വർദ്ധിക്കും. ഭൂമി, വാഹനം ഇവകളുടെ കച്ചവടം നടത്താൻ നല്ല സമയമാണ്. അവിചാരിതമായ ധനാഗമം ഉണ്ടാകും. ഭാര്യയോടും ഭർത്താവിനോടും സന്താനങ്ങളോടും കലഹങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. ജോലിയിൽ പ്രമോഷൻ സാധ്യതകളുണ്ട്. കുടുംബത്തിൽ സ്ത്രീകൾ മൂലം ചില നേട്ടങ്ങൾ ഉണ്ടാകും.
ദീർഘദൂര യാത്രകൾ വേണ്ടിവരും. അലച്ചിലും മനോദുഃഖവും കുറവായിരിക്കും. എല്ലാ കാര്യങ്ങൾക്കും ഉള്ള തടസ്സങ്ങൾ മാറിക്കിട്ടും. നേതൃസ്ഥാനത്തേക്ക് ഉയരാൻ സാധിക്കും. കീർത്തിയും പ്രശസ്തിയും നേടും. പിതൃ മാതൃ സ്ഥാനത്തുള്ളവരോടും സഹോദരങ്ങളോടും ഉള്ള കലഹം വരാതെ ശ്രദ്ധിക്കണം. വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും ആഗ്രഹം സഫലമാകും. അക്ഷമയും ഈർഷ്യയും കൂടുതലാകും. എല്ലാത്തിനും എതിർക്കുന്ന സ്വഭാവം ഉണ്ടാകും. ദുർജനങ്ങളുമായി സംസർഗത്തിൽ ഏർപ്പെടും. ദോഷപരിഹാരങ്ങൾക്ക് വിഷ്ണുവിന് സുദർശന മന്ത്ര പുഷ്പാഞ്ജലിയും നടത്തി പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കണം. ഇനി അത്തം നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം. തൊഴിൽ രംഗം മെച്ചപ്പെടാനുള്ള എല്ലാ സാധ്യതകളും ഇവർക്ക് കാണുന്നുണ്ട്. പുതിയ സംരംഭങ്ങൾ തുടങ്ങിയാൽ 100% വിജയം പ്രതീക്ഷിക്കാം. വിദേശത്ത് ജോലിക്ക് ശ്രമിച്ചാൽ കാര്യം അനുകൂലമാകും. ഉറപ്പിച്ച വിവാഹം തടസ്സം കൂടാതെ നടക്കും. പുതിയ വീട് പണി തുടങ്ങാൻ നല്ല സമയമാണ്. ധനനഷ്ടങ്ങൾ മാറിക്കിട്ടും. മനസ്വസ്ഥത വർദ്ധിക്കും. സന്ധികളിൽ വേദന, വയറ്റിൽ നീർക്കെട്ടുണ്ടാകുക, ഗർഭപാത്രം സംബന്ധിച്ച അസുഖങ്ങൾ ഇവ ശ്രദ്ധിക്കണം. ശസ്ത്രക്രിയകൾ ആവശ്യമെങ്കിൽ നടത്താം. എല്ലാത്തിനും തടസ്സങ്ങളും ക്ലേശങ്ങളും ഉള്ളത് മാറിക്കിട്ടും. വിദ്യാഭ്യാസം സംബന്ധിച്ച് തടസ്സങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. മനസ്സിൽ എപ്പോഴും ആദി കൂടുതലായിരിക്കും. ബന്ധുജനങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാകും. കഠിനമായ സുഖ അനുഭവങ്ങൾ ഇവർക്ക് ലഭിക്കും. ബന്ധനാവസ്ഥയിൽ നിന്ന് മോചനം പ്രതീക്ഷിക്കാം. ബുദ്ധിസാമർഥ്യം കൊണ്ടും വാക്സാമർഥ്യം കൊണ്ടും പല കാര്യങ്ങളും നേടിയെടുക്കാൻ സാധിക്കും. കച്ചവടത്തിൽ ലാഭം പ്രതീക്ഷിക്കാം. തർക്കവിഷയങ്ങളിൽ മധ്യസ്ഥത വഹിക്കേണ്ടതായിട്ട് വരും. വിനോദയാത്രകൾ നടത്താൻ നല്ല സമയമാണ്. ദോഷപരിഹാരങ്ങൾക്ക് സർപ്പ ആരാധനാ കേന്ദ്രത്തിൽ 100 പാലും കഴിപ്പിച്ചു പ്രാർത്ഥിക്കാൻ ശ്രദ്ധിക്കണം. ഇനി നമുക്ക് അവിട്ടം നക്ഷത്ര ജാതകരെക്കുറിച്ച് ഒന്ന് നോക്കാം. പലവിധ സന്തോഷ അനുഭവങ്ങളും വരും ദിവസങ്ങളിൽ ഇവർക്ക് ഉണ്ടാകും. ധനാഗമത്തിന് യാതൊരു കോട്ടവും സംഭവിക്കില്ല. യാത്രകൾ കൊണ്ട് ഫലം ലഭിക്കും. യാത്രകൾ കുറച്ച് ദുരിതങ്ങളാണെങ്കിലും പ്രതീക്ഷിക്കുന്നൊരു ഫലം ലഭിക്കുന്നത് ഏറെ സന്തോഷകരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. സന്താനങ്ങൾക്കുള്ള രോഗാരിഷ്ടതകൾ മാറിത്തുടങ്ങും. ശത്രുഭയവും രോഗഭീതിയും ഒരുപോലെ ബുദ്ധിമുട്ടിക്കുന്ന ഒരാഴ്ചക്കാലമാണ്. കാര്യതടസ്സങ്ങൾ അതിജീവിക്കും. ജോലിക്കാർക്ക് സ്ഥാനക്കയറ്റമോ സ്ഥലം മാറ്റമോ പ്രതീക്ഷിക്കാം. സഹോദരങ്ങൾക്ക് കാര്യസാധ്യം ഉണ്ടാകും. മനസ്സമാധാനവും ഉണ്ടാകും. അലങ്കാര സാധനങ്ങൾ വാങ്ങാൻ സാധിക്കും. വിദ്യാഭ്യാസത്തിലെ മന്ദതയും അലസതയും മാറിക്കിട്ടും. ഉൽപ്പന്നങ്ങളുടെയും ഭൂമിയുടെയും വാഹനങ്ങളുടെയും ക്രയവിക്രയം നടത്തിയാൽ അത് നല്ല രീതിയിൽ എത്തും. എപ്പോഴും മനസ്സിൽ ഭയം ഉണ്ടാകും. കേസുകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. മധ്യസ്ഥതയ്ക്ക് പോകാതിരിക്കുക. അതുപോലെ തന്നെ സുഹൃത്ത് ബന്ധങ്ങൾക്ക് കോട്ടം വരുന്ന ഒരു കാര്യവും ചെയ്യാതിരിക്കുക. അപവാദങ്ങൾ കേൾക്കേണ്ടതായിട്ട് വരും. ഇവർ ദോഷപരിഹാരത്തിന് വിദ്യാർത്ഥികൾ ഭഗവതിക്ക് വിദ്യാരാജ്ഞി മന്ത്രപുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കണം. ഇനി പൂരുരുട്ടാതി നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം. വഴിപാടുകൾക്കും പ്രാർത്ഥനകൾക്കും ഫലം കൂടുതലായിട്ട് ലഭിക്കും. ഉൾഭയം വിട്ടൊഴിയും. വീട്ടിലെ അസ്വസ്ഥതകൾക്ക് കുറവുകൾ കാണുന്നുണ്ട്. വിദ്യാഭ്യാസ കാര്യങ്ങളിലെ തടസ്സങ്ങൾ മാറിക്കിട്ടും. ഉദ്യോഗാർത്ഥികൾക്ക് നല്ല സമയമാണ്. വിദേശത്ത് തൊഴിൽ തേടുന്നതിനും പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിനും നല്ല സമയമാണ്. ധനത്തെ സംബന്ധിച്ചിട്ടുള്ള ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടും. അതുപോലെ തന്നെ സഹായികളും സഹോദരങ്ങളുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. സുഖകരവും ഇഷ്ടപ്പെട്ടതുമായ ഭക്ഷണപാനീയങ്ങൾ ലഭ്യമാകും. പുതിയ കട്ടിൽ, കിടക്കവിരികൾ ഇവ വാങ്ങാൻ നല്ല സമയമാണ്. വാഹനങ്ങളും മാറ്റി വാങ്ങാൻ ശ്രമിക്കണം. വിനോദയാത്രകൾ, തീർത്ഥയാത്രകൾ ഇവർക്ക് നല്ല അനുകൂലമായിട്ടുള്ളൊരു സാഹചര്യം ഒരുങ്ങും. സജ്ജനങ്ങളോട് വേർപെട്ട് നിൽക്കേണ്ടതായിട്ട് വരാൻ സാധ്യതകളുണ്ട്. എല്ലാ ഘട്ടത്തിലും അഭിമാനത്തോട് നിൽക്കാൻ ശ്രമിക്കണം. ചില അവസരങ്ങളിൽ ശൂരത പ്രകടിപ്പിക്കേണ്ടതായിട്ട് വരും. നല്ല വാക്കുകൾ കൊണ്ട് മറ്റുള്ളവരുടെ പ്രീതി സമ്പാദിക്കും. ദോഷപരിഹാരങ്ങൾക്ക് ഭഗവതിക്ക് ത്രിപുരസുന്ദരി മന്ത്രപുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിച്ചാൽ
ഇവരുടെ ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാകും എന്നതിൽ യാതൊരു സംശയവും നിങ്ങൾക്ക് വേണ്ട. പ്രിയ പ്രേക്ഷകരെ, വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താൻ മറക്കാതെയിരിക്കുക. നന്ദി.